നമസ്കാരം. ഗുരുഗീത 106 തൊട്ട് 110 വരെ. അശക്താ ഹി സുരാദ്യാശ്ച അശക്താ മുനയസ്തദാ ഗുരുശാപേന തേ ശീഘ്രം ക്ഷയം യാന്തി ന സംശയാ. ഗുരുശാപമേറ്റവനെ രക്ഷിക്കാൻ സുരന്മാരും മുനികളും അശക്തരാണ്. തീർച്ചയായും വേഗം ക്ഷയിക്കുക തന്നെ ചെയ്യും. മന്ത്രരാജമിദം ദേവി ഗുരുരിത്യക്ഷരദ്വയം സ്മൃതിവേദാർത്ഥവാക്യേന ഗുരു സാക്ഷാത് പരം പദം. ഹേ ദേവി, ഗുരു എന്ന 2 അക്ഷരം മന്ത്രരാജനാണ്, അഥവാ ശ്രേഷ്ഠമാണ്. ഗുരു സാക്ഷാൽ പരബ്രഹ്മപദമാണെന്ന് സ്മൃതിയും ശ്രുതിയും പറയുന്നു. ശ്രുതിസ്മൃതിമവിജ്ഞായ കേവലം ഗുരുസേവകാ തേ വൈ സന്യാസിന പ്രോക്ത ഇതരേ വേഷധാരിണ. ശ്രുതി സ്മൃതി മുതലായ ശാസ്ത്രങ്ങൾ അറിയാത്തവരാണെങ്കിലും കേവലം ഗുരുസേവാനിരതന്മാരായവർ യഥാർത്ഥ സന്യാസികളാണ്. മറ്റുള്ളവർ വെറും സന്യാസ വേഷധാരികൾ മാത്രം. നിത്യം ബ്രഹ്മ നിരാകാരം നിർഗുണം ബോധയേത് പരം സർവം ബ്രഹ്മ നിരാഭാസം ദീപോ ദീപാന്തരം യഥാ. ഒരു ദീപം മറ്റൊരു ദീപത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ നിത്യവും നിരാകാരവും നിർഗുണവും നിരാഭാസവുമായ ബ്രഹ്മത്തെ ഗുരുദേവൻ ശിഷ്യന് ബോധിപ്പിച്ചു കൊടുക്കുന്നു. ഗുരോ കൃപാപ്രസാദേന ആത്മാരാമം നിരീക്ഷയേത് അനേന ഗുരുമാർഗേണ സ്വാത്മജ്ഞാനം പ്രവർത്തതേ. ഗുരുവിൻ്റെ കൃപാപ്രസാദത്താൽ ആത്മാരാമനെ, അതായത് ഈശ്വരനെ നിരീക്ഷിക്കാൻ സമർത്ഥനാകുന്നു. ഗുരു കാട്ടിയ മാർഗത്തിലൂടെ ആത്മജ്ഞാനം പ്രവർത്തിതമാകുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.